MRC തൊപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പുകളിലാണ് ആദ്യം ഈ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് തൊപ്പി മരണപ്പെട്ടു, തൊപ്പി ഒരു പുഴയിൽ ചാടി അങ്ങോട്ട് തീർന്നു. കുറച്ച് ചേട്ടന്മാർ ഒരു തോണിയിൽ തൊപ്പി എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരാളെ വലിച്ച് കരയിലേക്ക് കയറ്റുന്ന ഒരു വിഷ്വൽ. ഞാൻ ഇതാദ്യം എനിക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടിയ സമയത്ത് തന്നെ ചോദിച്ചു, ഇത് എവിടുന്നാന്ന് ചോദിച്ചു. എനിക്ക് അയച്ചു തന്ന വ്യക്തിയോട്. അപ്പോൾ പറഞ്ഞൊരു ഫുട്ബോൾ ഗ്രൂപ്പിലാണ് ചേട്ടാ ഞാനിത് കണ്ടത്. ഫോർവേഡഡ് മെനി എന്ന് പറഞ്ഞുള്ള ഒരു സാധനം അങ്ങനെ കാണുമല്ലോ നമുക്ക് വാട്സാപ്പിൽ. കുറേ ഫോർവേഡ് ആയി കഴിഞ്ഞാൽ അങ്ങനെ കാണും, കുറേ ആൾക്കാർക്ക് ഫോർവേഡ് ചെയ്ത് പോയാൽ. ഇപ്പം അങ്ങനെ വരുന്ന സാധനങ്ങളൊക്കെ അധികം ആവാനുള്ള സാധ്യതയുള്ളൂ. ആൻഡ് ഡെഫിനറ്റ്ലി എനിക്കിത് ഒറ്റ നോട്ടത്തിൽ അതൊരു പക്ക ഐറ്റമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് പിന്നെ ആകെയുള്ളൊരു സോഴ്സ് മുനവറാണ്. മുനുവിനും തൊപ്പിയായിട്ട് നോ കണക്ഷൻസ്, നോ കോൾസ്, നത്തിങ്. മുനവറും എൻ്റെ തട്ടുകടയിൽ ജോലി ചെയ്യുന്നു, കാര്യങ്ങൾ നോക്കുന്നു, നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ മുനുവിനെ വിളിച്ചു. മുനു, ഇതെന്താ സീന്? മുനു പറഞ്ഞു, ഒരു സാധ്യതയില്ല സായി, ലൈക്ക് അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയല്ല തൊപ്പി. ആൻഡ് നിഹാദ് അങ്ങനെ ചെയ്യുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം മുനവർ അറിയും. ഓക്കെ, അത് ഏതെങ്കിലും സോഴ്സിലൂടെ. ഇനിയിപ്പോൾ അത് എങ്ങനെ പോയാലും ഇവിടുത്തെ പോലീസുകാരെങ്കിലും അല്ലെങ്കിൽ മീഡിയ എങ്കിലും ഇത് നടന്ന് ഇങ്ങനെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം അറിയാൻ പോകുന്നത് ഇവിടുത്തെ മീഡിയാസ് ആയിരിക്കും. കാരണം മീഡിയാസ് അത്രയും ഇവരുടെ പിന്നിലുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഫേക്ക് ആവാനുള്ള ചാൻസേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് ഈ സാധനം കിട്ടുന്നു, മിനിഞ്ഞാന്ന് രാത്രിയും ഇന്നലെയൊക്കെ ഹെവി ആയിട്ട് ഭയങ്കരമായിട്ട് എല്ലാവരും ഇരുന്ന് ഫോർവേഡ് ചെയ്യായിരുന്നു എനിക്ക് ഈ സാധനങ്ങൾ. അപ്പോൾ കുറേ പേരോട് ഞാൻ പറഞ്ഞു, എൻ്റെ വീഡിയോൻ്റെ ഇൻബോക്സിലാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, കമൻറ്റ് ബോക്സിനകത്ത് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആകെ മൊത്തം ഈ ഒരു പെർട്ടിക്കുലർ സംഗതി, അതായത് ഞാനൊരു സ്ക്രീൻഷോട്ട് ഇവിടെ വെക്കാം കേട്ടോ. അതായത് ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞത്, പ്രശസ്ത യൂട്യൂബർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ അന്വേഷണം ആരംഭിച്ചു. പ്രശസ്ത യൂട്യൂബർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി പ്രാഥമിക റിപ്പോർട്ടുകൾ. സംഭവത്തിൻ്റെ യഥാർത്ഥ കാരണം ഇതുവരെ വ്യക്തമല്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം. കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. ഇങ്ങനൊരു സാധനം ഇങ്ങനെ തൊപ്പിയുടെ ഫോട്ടോയും വെച്ച് ഒരു വീഡിയോ ഇങ്ങനെ ഫോർവേഡായി കളിക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ആണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അങ്ങനൊരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ. അവൻ ചെയ്ത കുറ്റങ്ങൾക്ക് അവൻ നിയമത്തിൻ്റെ മുന്നിൽ വന്നിട്ട് അതിൻ്റേതായ തക്കതായ ശിക്ഷയും കാര്യങ്ങളും നിയമത്തിന് നേരിടട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വ്യാജ വാർത്തകൾ ഇങ്ങനെ ഒരു സൈഡിൽ കൂടി പോവും. ആ സംഗതികളൊക്കെ ഇപ്പോൾ ഒക്കെ ഉള്ളതുകൊണ്ട് വ്യാജമായി വരുന്ന സാധനങ്ങൾ എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. ഓക്കെ, അതിനിടയിൽ ഇവനെതിരെ ലുക്കൗട്ട് നോട്ടീസ് ഉണ്ടായിരുന്നു. ആൻഡ് മമ്മൂൻ്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കോടതി 2 ദിവസം മമ്മൂനെ വിട്ടുകൊടുക്കുകയും ചെയ്തു. അതും സംഭവിച്ചു. ഈ മമ്മൂൻ്റെ കേസിൽ ഇനി കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനിടയിൽ ഈ വീഡിയോന് വേറെ സീൻ ഞാൻ പറഞ്ഞില്ല. ഞാനിങ്ങനെ കുറച്ചിരുന്ന് ചിന്തിച്ചേ, ഇതെൻ്റെ ചിന്ത മാത്രമായിരിക്കാം. ഞാൻ അങ്ങനെ ആലോചിച്ചു, എന്തിനാണ് അങ്ങനൊരു വീഡിയോ, അതായത് തൊപ്പി മരണപ്പെട്ടു എന്ന് കാണിക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ അത് വരണമെങ്കിൽ എന്ത് സോഴ്സാണ്? ഒന്നില്ലെങ്കിൽ തൊപ്പിയോട് ശത്രുത ഉള്ള ആരെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു സോഴ്സേ വരാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിലുള്ളൊരു പോസിബിലിറ്റി എന്താണെന്ന് ഞാൻ അങ്ങനെ കുറേ ചിന്തിച്ചപ്പോൾ, തൊപ്പി തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു, തനിക്കെതിരെ ഇങ്ങനെ വീഡിയോ ഇട്ടു, കള്ളപ്രചരണം നടത്തി, അലിഗേഷൻസ് നടത്തി എന്നൊക്കെ പറഞ്ഞ് തൊപ്പി കാരണത്തുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ദാറ്റ് വാസ് ദ ലാസ്റ്റ് വീഡിയോ. ആ വീഡിയോനകത്ത് സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓഡിയോ ക്ലിപ്സ് എനിക്കെതിരെ. എടാ, ഈ ലോകത്ത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരാളെ നാറ്റിക്കാൻ വേണ്ടി ഇപ്പൊ മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരട്ടെ അങ്ങനത്തെ ഒരു സാധനം എന്തെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരോടാ. വെച്ച് ആ വോയിസും കൊടുത്തു കഴിഞ്ഞാൽ ആരെ വെച്ചുവാണെങ്കിൽ വോയിസുകൾ ഉണ്ടാക്കാം. മനസ്സിലാ? ഇത് വീഡിയോയിലാണെങ്കിൽ ഓക്കെ, വിശ്വസിച്ചോ. ഈ ഓഡിയോ ക്ലിപ്സ് ഇതെങ്ങനെ വിശ്വസിക്കും? ഇതെങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇത് കുറെ ആൾക്കാരെ വിശ്വസിച്ചിട്ട് ഞാൻ ചെയ്തെന്ന് പറഞ്ഞ് നിൽക്കാം. ഓക്കെ, ഇങ്ങനൊരു സാധനം തൊപ്പിയാണ് പറഞ്ഞത്. അതായത് ഇത് ആണ്. ഓക്കെ, തൊപ്പിയുടെ ഓഡിയോ ഷെമീർ ഇട്ടത് എന്നുള്ളൊരു സാധനത്തിലേക്ക് ഈ കാര്യങ്ങൾ തൊപ്പി കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഈ വീഡിയോ ഇട്ട് റിയാക്ട് ചെയ്ത സമയത്ത് ഞാനും അല്ലെങ്കിൽ ഒരുപാട് പേര് ഈ വിഷയത്തിൽ സംസാരിച്ചവർ പറഞ്ഞിട്ടുണ്ട്, നാട്ടുകാരെ പറ്റിക്കേണ്ട, ഏതാ അല്ലെങ്കിൽ സാമാന്യം മറ്റേ ഒറിജിനൽ ഏതാന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളാണെന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ ആ എന്നുള്ള സാധനം ഇവൻ തന്നെ പൊട്ടിക്കണം, ഇവൻ തന്നെ അത് എന്ത് ചെയ്യണം, അല്ല എന്നുള്ളത് പറയണം. പിന്നെ ഇപ്പോഴത്തെ പണ്ടത്തെ പോലും ഒന്നുമില്ല, ചുമ്മാ വന്നിട്ട് ഒരു 2 കൊല്ലം മുന്നേ 1 കൊല്ലം മുന്നേ ഉള്ള പോലെ ആണ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല. പോലീസുകാരുടെ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് അവരുടെ കയ്യിലൊരു വോയിസോ ഒരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ എഞ്ചിനീയേഴ്സിനെ വെച്ചിട്ട് അത് ജനറേറ്റഡ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോൾ സിസ്റ്റത്തിന്. അപ്പം അങ്ങനത്തെ ഉടായ്പകളൊന്നും പറഞ്ഞു പോകാനും പറ്റില്ല.
അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇതിനി ഇവരുടെ തന്നെ ഈ തൊപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും അല്ലെങ്കിൽ ആ സർക്കിളിൽ നിന്ന് തന്നെ ഇങ്ങനൊരു സാധനം എടുത്തിട്ട് അത് 10 പേര് റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിലൊരു വലിയ ഡിസ്കഷൻ വരുമ്പോൾ തൊപ്പിക്കൊരു തിരിച്ചുവരവ് വേണമെങ്കിൽ അല്ലെങ്കിൽ വേറൊരു സാധനമായിട്ട് വരാം. കണ്ടോ, ഇങ്ങനൊരു വീഡിയോ ഇട്ടപ്പോൾ നിങ്ങളത് വിശ്വസിച്ചില്ലേ, ഇത് AI ആയിരുന്നു, അപ്പോൾ നിങ്ങൾ മറ്റതും AI ആണെന്ന് വിശ്വസിക്കേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു സാധനത്തിലേക്ക് വേണമെങ്കിൽ ഇത് കൊണ്ടുപോവാം. ഏത് അങ്ങനെ വേണമെങ്കിലും ഈ സാധനം ചെയ്യാമല്ലോ. കാരണം ഇവരൊക്കെ ഏത് ക്രിമിനൽ മൈൻഡിലും ചിന്തിക്കുന്നവരാന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലായതാണ്. ഏത് എക്സ്ട്രീം ലെവലിലും ഒരു ചിന്തിക്കും. മനസ്സിലായി? ഇവരെ നിലനിൽപ്പിനും ഇവരെ തിരിച്ചുവരവിനും വേണ്ടി ഏത് എക്സ്ട്രീം സാധനം വരെ വേണമെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് വരെ ഈ സാധനം ഇട്ടിട്ട് എന്ത് ചെയ്യും. കണ്ടോ, ഇത് നിങ്ങളിപ്പോൾ എടുത്തിട്ട് നിങ്ങൾ പ്രചരിപ്പിച്ചില്ലേ, നിങ്ങളിപ്പോൾ ഇത് വിശ്വസിച്ചില്ലേ, ഇപ്പം കണ്ടോ നിങ്ങൾ, ഇപ്പം ഇതിൻ്റെ പഴയതൊക്കെ AI അല്ലേ എന്നുള്ള ചോദ്യം വരെ ആണെങ്കിൽ എടുത്തു വെച്ച് വരാം. ചാൻസ് ഉണ്ട്, അങ്ങനെ ചെയ്യുവേ. അപ്പോൾ എനിക്കിത് അങ്ങനെയും എൻ്റെ തോട്ട് അങ്ങനെയും പോയി അതിനിടയിൽ കൂടി. അപ്പോൾ അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, അത് എൻ്റെ ഒരു തോട്ടാണ്. അത് എത്ര പേർക്ക് അത് അങ്ങനത്തെ ഒരു തോട്ട് പോകുന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അങ്ങനത്തെ ഒരു തോട്ട് ഇട്ടോ, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ. ഇനി മമ്മൂൻ്റെ കേസിലേക്ക് വരാം. മോനെ, മമ്മൂ എന്ന് പറഞ്ഞാൽ ആദ്യം മുതലേ പ്രശ്നമാണ്. മമ്മൂ അന്ന് മുതലേ നമ്മൾ പേഴ്സണലി കാണുന്ന വ്യൂവേഴ്സ് എന്താ വിചാരിക്കുക, ഒന്നിലേക്ക് പൊട്ടം കളി, അല്ലെങ്കിൽ ബേസിക്കലി അങ്ങനെയാണ്, വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്, ആകെ മൊത്തം അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ക്യാരക്ടർ, ഒരു ജൂനിയർ തൊപ്പി ക്യാരക്ടറിലേക്ക് വരാൻ ഇവന് കാണിച്ചു കൂട്ടുന്ന പരിപാടി. പിന്നെ ഇതൊന്നും അല്ലാതെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചെങ്കിൽ, ഈ മമ്മു തൊപ്പിയുടെ അടുത്ത് ചെല്ലുന്നതിന് മുമ്പ് തന്നെ വേറെ കുറേ വ്ളോഗേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് മുട്ടി നോക്കിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് പേഴ്സണലി. കുറച്ച് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഇതേപോലെ ഫേമസ് ആവാൻ പറ്റുമോ, വൈറലാവാൻ പറ്റുമോ എന്ന് വെച്ചാൽ പലരുടെയും വീട്ടിൽ കയറി ചെന്നിട്ടുണ്ട്. സോ ബേസിക്കലി ഇവൻ ഈ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഒന്നാവണം, അല്ലെങ്കിൽ 10 പേരെ മുന്നിൽ ഒരു കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വൈറലാവണം, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിൽക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരുത്തൻ. ഓക്കെ, അങ്ങനത്തെ ഒരു വ്യക്തി ഈ രീതിക്ക് ഞാൻ അറിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ മമ്മൂൻ്റെ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുതലേ അറിയാലോ, മറ്റേ ഒളിഞ്ഞോട്ടം സീന്, എയർ ഹോസ്റ്റസിൻ്റെ സീന്, ട്രെയിന് കയറിയിട്ട് TTR അടിച്ച അടി, അങ്ങനെ പല സാധനങ്ങളിലും ഇവൻ ലോകവള്ളിയായിരുന്നു. ഇനിയിപ്പോൾ അതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും. ഈ ഒരൊറ്റ കേസിന് മാത്രമല്ല, പോലീസുകാരൊന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോയി തെളിവെടുപ്പിന് പറഞ്ഞിട്ട് ഇവർ വരാപ്പോഴും നിന്ന് വീട്ടിലേക്ക് അടക്കം കൊണ്ടുപോയി എന്നുള്ളതാണ് കിട്ടുന്ന ഇൻഫർമേഷൻ. ഓക്കെ, അങ്ങനെ എല്ലാ സാധനത്തിനും ഉള്ളി വിടാതെ എന്ത് ചെയ്യേണ്ടി വരും. എല്ലാ സാധനവും സോഷ്യൽ മീഡിയയിലുണ്ട്. ആ എല്ലാ സാധനവും സോഷ്യൽ മീഡിയയിലുള്ള സാധനം പോലീസുകാർ എടുത്തു വെച്ച് നോക്കും. അതിൽ ഏതിലൊക്കെ നിങ്ങൾക്ക് കേസുണ്ടോ അല്ലെങ്കിൽ കേസ് എടുക്കാൻ പറ്റിയ സാധനങ്ങളുണ്ടോ, ഡെഫിനറ്റ്ലി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നോക്കും. റെയിൽവേയിലും പോയി നോക്കും. വേണമെങ്കിൽ ആ പറഞ്ഞ എയർ ഹോസ്റ്റേഴ്സിന്, ആ എയർലൈൻസിനെ വരെ ഇവർ കോൺടാക്ട് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ കേസ് എടുക്കണമെന്ന് വെച്ചിട്ട്. ഏത് ലെവലിലും പൂട്ട് വരും. കാണിച്ചു കൂട്ടുന്ന സമയത്ത് ആലോചിച്ചിട്ടില്ലേ, അപ്പം പിന്നെ അങ്ങനത്തെ പരിപാടികൾ വരുമല്ലോ. നിലവിൽ 2 ദിവസത്തെ കസ്റ്റഡിയിലാണ് ഈ മമ്മുവിനെ, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായി റിമാൻഡ് ചെയ്യപ്പെട്ട മമ്മുവിനെ മഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള തൊപ്പി എന്ന് പറയുന്ന നിഹാദിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. നിഹാദിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി ചോദിച്ചറിയാൻ തന്നെ ആണ് ഇത്തരത്തിൽ മമ്മുവിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കുന്നത്. വിശദമായിട്ട് ചോദ്യം ചെയ്യാനുണ്ട്. കാരണം നിരവധി പരാതികൾ ഈ നിഹാദിനെതിരെ, തൊപ്പിക്കെതിരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ എവിടെയാണ് ഉള്ളത് എന്നതുൾപ്പെടെ, ഇയാളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എവിടെയാണ് എന്നതുൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. ഈ പരാതി ലഭിച്ച സമയം മുതൽ തന്നെ ഈ തൊപ്പി എന്ന് പറയുന്ന നിഹാദ് ഒളിവിൽ പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 10-ാം തീയതി രാത്രി നടത്തിയ ലൈവ് ഷോയിലാണ്, അതായത് യൂട്യൂബ് ലൈവിലാണ് ഇത്തരത്തിൽ ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഉൾപ്പെടെ, ഓഡിയോ സന്ദേശം ഉൾപ്പെടെ മിസ്റ്റർ ഷമീർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴി പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ പ്രധാനിയായി പറയുന്നത് തൊപ്പിയെയാണ്. പക്ഷേ അതോടൊപ്പം ഉണ്ടായിരുന്ന ലൈവ് സ്ട്രീമിംഗിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഈ മമ്മു ഉൾപ്പെടെയുള്ള ആളുകൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഞ്ചേരി സ്വദേശിയുടെ പരാതിയിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട മറ്റു പരാതികൾ ആലുവ പോലീസ് സ്റ്റേഷനിലും തൊപ്പിക്കെതിരെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് എത്രയും പെട്ടെന്ന് തൊപ്പി എന്ന് പറയുന്ന നിഹാദിനെ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന്റെ പ്രധാനമായ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് മറുപടി നൽകിയ ശേഷമാണ് തൊപ്പി ഒളിവിൽ പോയത്. 2ാമത്തെ നോട്ടീസിന് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. ഇതോടെയാണ് ഇയാൾ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതായി പോലീസിന് വിവരം ലഭിച്ചത്. പിന്നാലെ പാസ്പോർട്ട് വിവരങ്ങൾ ശേഖരിച്ച് ലുക്കൌട്ട് സർക്കുലറും പുറത്തിറക്കി. മൊഴിയെടുപ്പിന് നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിലും തൊപ്പിയുടെ സുഹൃത്തുക്കളും ഹാജരായിട്ടില്ല. തൊപ്പിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലാണ്. ജാമ്യാപേക്ഷ തള്ളിയാൽ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കും. പ്രതി ചെയ്തത് ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യമാണെന്നും അതിനാൽ ജാമ്യം അനുവദിക്കരുതെന്നുമാണ് പോലീസ് കോടതി അറിയിച്ചിരിക്കുന്നത്.
തൊപ്പി അശ്ലീല ദൃശ്യങ്ങൾ പങ്കുവെച്ച യൂട്യൂബ് ചാനൽ നേരത്തെ നീക്കം ചെയ്തിരുന്നു. ഈ യൂട്യൂബ് ചാനൽ തൊപ്പീൻ്റെത് നീക്കം ചെയ്തത് പോലീസ് തന്നെയാണോ അതോ കണ്ടന്റ് വയലേഷൻ കാരണം പോയതാണോ എന്നുള്ളതിൽ എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. കാരണം പോലീസുകാർക്ക് അത്ര പെട്ടെന്ന് അടിച്ചു കളയാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് കേസുകളിൽ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ അടിച്ചു പോകേണ്ടതാണ്. അതൊന്നും പോയിട്ടില്ല. അപ്പോൾ കണ്ടന്റ് വയലേഷൻ്റെ മുകളിലാണോ ഈ സാധനം ടേക്ക് ഡൗൺ ചെയ്തതെന്നുള്ളൊരു ചെറിയ ഡൗട്ട് എനിക്കുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവൻ ഒളിവിലിരുന്ന് അല്ലെങ്കിൽ ഒളിവിലിരിക്കുന്ന ഈ ഒരു സമയത്ത് പോലീസുകാർക്ക് ഓക്കെ മമ്മൂനെ പിടിച്ചു, ഇനി ചിലപ്പോൾ ഷമീറിനെയും ജാസിനെയൊക്കെ തൂക്കി ലാസ്റ്റ് തൊപ്പീനെ തൂക്കാന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, പോലീസ് സിസ്റ്റത്തിന് ഒരു സാധനം ട്രാക്ക് ചെയ്യുന്നില്ല. അതിപ്പോൾ ഞാൻ ഈവൻ ഖാദർ കരിപ്പൊടിയുടെ കേസിലാണെങ്കിൽ അടക്കം കേട്ടോ, ഇനി ഞാൻ അത് പറഞ്ഞില്ലാന്ന് ആരും പറയണ്ട. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ സിസ്റ്റത്തിന് മുന്നിൽ വരാൻ റെഡി അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം എങ്ങനെ ഈ പോലീസ് സിസ്റ്റം പോലീസിങ് ഫെയിലാവുന്നു എന്നുള്ളത് ഇത് നിങ്ങൾ ആലോചിച്ച് ഇത്ര സിമ്പിളായിട്ട് ഒളിവിൽ പോയി പുറത്തു വരുന്നില്ല, ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. അപ്പം ഇത്രയേ ഉള്ളൂ പോലീസ് എന്നുള്ളൊരു ധാരണ നാട്ടുകാർക്ക് വരികയാണ്. അതിലേക്ക് നിന്ന് കൊടുക്കാതെ ഇപ്പോൾ ആർക്ക് വേണേൽ ഒരു ക്രൈം ചെയ്ത് ഒളിവിൽ പോവാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സിസ്റ്റത്തിന് എന്ത് വിശ്വാസ്യതയുള്ളത്? അങ്ങനെ ആവരുതല്ലോ. അത് ഞാൻ പറഞ്ഞല്ലോ, അതാവാൻ പാടില്ല. ഒരു കേസ് വരുന്നു, ആ കേസിൽ പ്രതിസ്ഥാനത്തേക്ക് ആരോപിക്കപ്പെട്ട ആൾ ഏതൊക്കെ മൂമെൻറ്റ്സ് നടത്തും, അയാൾ ഇങ്ങനത്തെ രീതിയിൽ എസ്കേപ്പ് ആവാൻ നോക്കും, അല്ലെങ്കിൽ അയാൾക്ക് ഹൈഡ് ഔട്ട്സ് ഉണ്ടോ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ സിസ്റ്റത്തിനെ കൊണ്ട് പറ്റിയാൽ വളരെ നല്ലത്. അതൊക്കെ മുൻകൂട്ടി കണ്ട് തന്നെ അവരെ ട്രാക്ക് ചെയ്യാനുള്ള കുറേ സൊഫിസ്റ്റിക്കേറ്റഡ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ട്രാക്കബിളാണ് ഇപ്പോൾ എല്ലാവരും. എല്ലാവരും ട്രാക്കബിളാണ്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പോകണം. അതായത് ഒരു മൊബൈലില്ല, ഒന്നുമില്ല, പറ്റങ്ങോട്ട് എന്താ പറയുക, ഒരുമാതിരി ഐസൊലേറ്റഡ് ആയിട്ട് പോയ പോകും. ഈ ബിഗ് ബോസിൻ്റെ അകത്തൊക്കെ പോയിരിക്കണ പോലെ ഒന്നുമില്ലാതെ കട്ട് ചെയ്ത് പോയിരിക്കണം. എന്നാൽ ചിലപ്പോൾ പിടിക്കാൻ കിട്ടില്ല എന്നുള്ള അവസ്ഥ വരും. ഒരു ടെക്നോളജി ആയിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ഒറ്റപ്പെട്ട് ഇന്നാലും കാര്യമില്ല, എല്ലായിടത്തും CCTV ക്യാമറയിൽ പെട്ടാലും പെടും. മനസ്സിലായോ? അപ്പം അങ്ങനെയൊക്കെ സിസ്റ്റം എന്തുകൊണ്ട് ഇവിടെ പരാജയപ്പെടുന്നു എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ അതിനെന്താ, സിസ്റ്റത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുന്നുണ്ടോ, അതോ ഇനി വേണ്ടാതെ വിചാരിച്ച് വിട്ടതാണ്? അത് ഒരു ഭയങ്കര മോശമുള്ള ഒരു സാധനമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇത്ര കാലമായിട്ടും പിടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സീനാണ്. അപ്പോൾ ഇനി തൊപ്പി തന്നെ പക്ഷേ വേറൊരു മാസം അടിച്ചിട്ടാണ് പോയെ. എല്ലാവരെയും പിടിക്കണം, എല്ലാവരെയും ചോദ്യം ചെയ്യണം, അത് പറഞ്ഞിട്ട് പോയവനാ. എന്നിട്ടാണിപ്പോൾ ഒളിവ് പോയിട്ടുള്ളത്. കേസ് സെപ്പറേറ്റ് ഞാൻ ഡ്രഗ്സിന് എന്നെ വേറെ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ എന്നെ പോക്സോ ആളെന്ന് പറഞ്ഞതിന്റെ തെളിവില്ലാണ്ട് പറഞ്ഞതിന്റെ ഇത് കേസ്. ഓക്കെ, ഞാൻ കേരളത്തിലെ ഗവൺമെന്റിനോടും പോലീസിനോടാണ് ഞാൻ പറയുന്നത്, എല്ലാത്തിനെയും പിടിക്കണം. MRG ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്നെ അടക്കം ചെക്ക് ചെയ്യണം, ചോദ്യം ചെയ്യണം. ഇവന്മാരെ എല്ലാത്തിനെയും പിടിച്ചിട്ട് ഓരോ റൂമിലിട്ട് ചോദ്യം ചെയ്താൽ പുറത്തു വരും സാധനങ്ങൾ. ഓക്കെ, എല്ലാവരും ടെസ്റ്റ് ചെയ്യണം. ഇതിന്റെ അന്വേഷണത്തിന്റെ എല്ലാ രീതിയിലും കോപ്പറേറ്റ് സഹകരിക്കാൻ ഞാൻ റെഡിയാണ്. ഓക്കെ, എന്നെയും ടെസ്റ്റ് ചെയ്യണം, അവന്മാരെയും ടെസ്റ്റ് ചെയ്യണം. ഞാൻ ഡ്രഗ് അടിക്കുന്നത് കളിക്കണം, ഞാൻ ഡ്രഗ് അടിക്കുന്നത് കാണിക്കണം. ഇവര് കഞ്ചാവ് ഞാൻ അടിക്കുന്നതല്ല കാണിക്കുന്നത്. എന്റെ അലമാരയിൽ നിന്ന് കഞ്ചാവ് എടുത്തുന്ന കാണിച്ചാൽ ഞാൻ അങ്ങനെ കഞ്ചാവ് അടിയാനാവും. ഇതേപോലെ തന്നെ പോക്സോ ഏതോ പെണ്ണുങ്ങളെ ഞാൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നത് എങ്ങനെ, ഏതെങ്കിലും ഒരു പെണ്ണു വന്ന് പറയട്ടല്ല, ആരെങ്കിലും പരാതി കൊടുക്കട്ടെ, എന്തെങ്കിലും പരാതി ഉണ്ടോ, ആർക്കെങ്കിലും പരാതി, ആരെങ്കിലും ഇതുവരെ പരാതി പറഞ്ഞിട്ട് എന്നെ കുറിച്ച് ഒരു പെണ്ണ് കേസ് ഇത്രയും കാലമായിട്ട് ഒരു പെണ്ണ് കേസ് വന്നാ. എനിക്ക് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പെണ്ണുങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും ഞാൻ മോശമായിട്ട് പെരുമാറിയുന്ന എന്തെങ്കിലും ഡിസ്റെസ്പെക്ട് ഒരു വാക്ക് ആരെങ്കിലും ഒരു പരാതിയും കൊണ്ടുവാ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോയ ആളാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ട് വന്നില്ല, ശാരീരിക പ്രശ്നങ്ങളാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ഇപ്പോൾ ലുക്കൗട്ട് നോട്ടീസ് അടിച്ച് പുറത്തിറക്കേണ്ട ഒരു അവസ്ഥ, ആള് മിസ്സിങ്. കൊള്ള മക്കളെ. ഓക്കെ, അപ്പോൾ അതൊരു സൈഡിൽ ഞാൻ ഇതാ പറഞ്ഞ സിസ്റ്റം ഫെയിലാണ് എന്നുള്ളത് ജനങ്ങളുടെ ഇടയിൽ വരാതിരിക്കാൻ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഇതുപോലെ ആളുകൾ ഒളിവ് പോയാൽ പിടിക്കാൻ പറ്റണം. രണ്ടാമത്തെ കാര്യം, ആദ്യം മാസം അടിച്ചാൽ ആ മാസത്തിന് ഉറച്ചു നിൽക്കാൻ പറ്റണം. തെറ്റ് ചെയ്തിട്ടില്ല, സിസ്റ്റത്തിനെ ഫേസ് ചെയ്യാൻ എന്താ പേടി? പല മാനിപ്പുലേഷൻസും ചിലപ്പോൾ ആദ്യ സമയങ്ങളിൽ നടക്കാം. ബട്ട് എൻഡ് ഓഫ് ദ ഡേ സത്യം നിങ്ങളുടെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ, കുറച്ച് വഴുകിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ സക്സസ് ആവും. നിങ്ങളെ ജനങ്ങൾ തിരിച്ചറിയും. നിയമത്തിൻ്റെ മുന്നിൽ നിങ്ങളൊന്നും ചെയ്യാനും പറ്റില്ല ഇഫ് നിങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ, അല്ലേ? ഞാനതാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ വിചാരിക്കാറ്. നമുക്കെതിരെ ഒരു ഫേക്ക് അലിഗേഷൻ വന്നു, നിയമത്തിന് നേരിടുക. അല്ലാതെ ഇവിടുത്തെ എൻറ്റയർ സിസ്റ്റത്തിനെ നമ്മളെ പിന്നാലെ ഓടിപ്പിച്ചിട്ട് എന്ത് കാര്യം? വല്ല കാര്യമുണ്ടോ? ചിലവ് നമ്മൾ വീണ്ടും ഇവിടുത്തെ നിയമത്തിനും സർക്കാരിനും
ഇവിടുത്തെ ബാധ്യത ഇട്ട് കൊടുക്കുക. നമ്മളായിട്ടൊരു ബാധ്യതയാവുക. നമ്മളൊന്നും ചെയ്തില്ലേ, നേരിടുക, അല്ല വേറെ വഴിയില്ല. ഓക്കെ, ഇനി അടുത്തത് ഈ മമ്മൂൻ്റെ സീനിക്ക് വരാം. മമ്മൂൻ്റെ സീൻ ഞാൻ പറഞ്ഞില്ലേ, മമ്മൂന് ഇറ്റ്സ് കർമ്മ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി കർമ്മ മമ്മൂൻ്റെ കാര്യത്തിൽ. കാരണം മമ്മൂൻ്റെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് മമ്മൂ പറയുന്നുണ്ടായിരുന്നു, ദർസ് പഠിച്ചു, അതുകൊണ്ട് വലിയ ലോകവിവരം ഉണ്ടായിരുന്നില്ല, പിന്നെ ലോകം കണ്ടു, അതിനുശേഷം വീട്ടിൽ ഉമ്മ ഒറ്റയ്ക്കാണ്, വേറെ ആരും ഇല്ല. ഇവൻ ഉപ്പാനെ തപ്പിയാണെന്ന് ഉപ്പാനെ കണ്ടുപിടിച്ച സാധനങ്ങളൊക്കെ യൂട്യൂബിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് കേട്ടോ. ഇവന്മാരായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല, അത് ഉപ്പ തന്നെ ആണോ എന്നുള്ളതിന് ഒരു ഉറപ്പില്ല. സ്ക്രിപ്റ്റ് ഇടാനുള്ള എല്ലാ ചാൻസും ഞാൻ കണ്ടു. ഒരു മുഖസാദൃശ്യമുള്ള ഏതെങ്കിലും വ്യക്തിനെ കൊണ്ടുവന്നിട്ട് ഉപ്പയെന്നൊക്കെ പറഞ്ഞിട്ട് പോയി നായ്ക്കൾ, അങ്ങനെ ചെയ്താലും മതി. ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഉമ്മാനെക്കുറിച്ചും ഫാമിലീനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ബെല്ലും ബ്രേക്കും വേണ്ടേ? ഇല്ലേ? ഇതെന്താ പറയുക, കംപ്ലീറ്റ്ലി MRC തൊപ്പി ഞങ്ങൾക്ക് എന്തും ചെയ്യാം, ഞങ്ങൾ വിചാരിച്ചാൽ എന്തും നടക്കും എന്നുള്ളൊരു അഹങ്കാരത്തിൻ്റെ മുകളിൽ ഇവർ ആ TTRൻ്റെ സീനിൽ ട്രെയിനിൽ ആ ഒരു ഓഫീസറെയൊക്കെ എമ്മാതിരി അന്ന് ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇവൻ പിടിക്കുന്ന വള്ളി അത് സാധാരണ മറ്റേ ഞാണ്ട് കിടക്കുന്ന ഏതോ മറ്റേ ചുള്ളിക്കമ്പ് പോലത്തെ വള്ളിയല്ല, പുലിവാല് പോലത്തെ വള്ളി ഇവൻ പിടിക്കുക. ഇവൻ അന്ന് കാണിച്ചതിൻ്റെ കർമ്മയല്ല നിങ്ങൾക്ക് പറയാൻ പറ്റും. അന്ന് എന്തൊക്കെയാണ് ആ ഓഫീസേഴ്സിനൊക്കെ പറഞ്ഞിരുന്നത്. എന്റെ പ്രൂഫ് കിട്ടിയ എനിക്ക് നീ കാണിച്ചിട്ട് സാധനം കിട്ടിയാ അന്റെ പ്രൂഫ് കൊണ്ടുപോയി സാറേ മുഖം കിട്ടാൻ വേണ്ടിട്ട് ഫേമസ് ആകാൻ വേണ്ടിട്ട് വരല്ലേ? ഓക്കെ ഫേമസ് ആണ് എന്റെ അടുക്ക് ഒന്നും പറ്റില്ല, വേഗം എടുത്ത് അവിടെ അല്ലല്ല മുഖം കാണിക്കല. അയ്യോ പോലീസുകാർ മുഖം കാണിക്കലടാ, വക്കീലാണ് മുഖം കാണിച്ചു മുഖം കാണിച്ചു തന്നാ ഒന്നും കുഴപ്പമില്ല സാറേ. വേണേ പൈസ വില വേണമെങ്കിൽ വന്നു എവിടെ സാറിനോട് നമുക്ക് ആദ്യം റെസ്പെക്ട് ശരിക്കും നമ്മളൊരു പോലീസുകാർ മുഖം കാണിക്കാൻ ഫേമസ് ആവാൻ വേണ്ടി വരികയാണെന്ന് വെച്ചിട്ട് ആ ഓഫീസർ ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോൾ ഇമാതിരി കളിയാക്കാനാണ് ഇജ്ജ് കളിയാക്കി വിട്ടുന്നത്. അതാക്കണു ഇജ്ജ് അന്നെ പിടിച്ചോണ്ടായപ്പോഴുള്ള ഫോട്ടോ ആണ്. സംഗതി നമുക്ക് കിട്ടും. ഇതൊരു വലിയ നാറുണ്ടാവും കുട്ടിയെ ഉണ്ടോ? കർമ്മ, അതാണ് സാധനം. അന്ന് എന്നെ ടിക്കറ്റ് എടുക്കാതെ അവിടെ കയറി അലമ്പാക്കി TTR പൊക്കി, അപ്പോൾ അവരോട് തട്ടിക്കയറി, എന്നിട്ട് ലാസ്റ്റ് പോലീസുകാരെ മുഖം ലൈവ് കാണിച്ച് അല്ലെങ്കിൽ ഡ്യൂട്ടിയിലിരിക്കുന്നോ, അതൊക്കെ സത്യത്തിൽ എന്താ പറയുക, ഇങ്ങക്ക് അന്തല്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഓഫീസർമാർ വിട്ട് കളഞ്ഞതായിരിക്കും ഇതൊക്കെ. കാരണം അതിൻ്റെയൊക്കെ സംസാരവും കാട്ടിക്കൂട്ടലും കാണുന്ന സമയത്ത് അവർക്ക് തോന്നിയിട്ടുണ്ടാവും, ഈ അന്തവും ബുദ്ധിയും ബോധവും ഇല്ലാത്ത ഞങ്ങളെ എന്തിന് ഞങ്ങൾ കേസും പക്കാണായിട്ട് പിന്നാലെ പോകണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും വിട്ടിട്ടുണ്ടാവുക. മൂപ്പര് ഇപ്പോൾ പറഞ്ഞതിന് കിട്ടിയില്ലോ. ഏത് സാറെ ഫേമസ് ആവണോ? സാറെ ഫേമസ് ആക്കാൻ നടന്നതാ, ഈയും ഫേമസ് ആവാൻ നടന്നതാ, പക്ഷെ ആയത് ഈ കൊലത്തിലായി എന്നുള്ളൂ. ഓൾറെഡി ഓടി പോലെ സാറേ ആ പ്രൂഫ് ഒന്ന് കാണിച്ചാ സാറെ വേഗം വാച്ചിങ് കൂടി 3000 വാച്ച് കൂടിച്ചാ ഫേസ് വാല്യൂ വേണ്ടേ? ഇതാ ഈ ആൾക്ക് ഫേമസ് ഒന്നാണ്. എന്താണ് ഇത് അവസ്ഥ? ഇതെന്തിടാ നടക്കുന്നത്? ഇപ്പൊ പോയി ലൈവോടൊക്കെ പോയി ഇത്രയും നേരം പറഞ്ഞോ ലൈവ് ആകുമ്പോ മാനത അല്ലെങ്കിൽ എന്ത് സാറ് പോന്നാ TTRനെ കീറുന്ന തൊപ്പി 3000 വാച്ചിങ് ഉണ്ട് എന്നുള്ളത്. 3000 വാച്ചിങ്ങിൽ ഒരാളുണ്ടോ മമ്മു എന്നെ രക്ഷിക്കപ്പോൾ? ഒരാൾ. ഈ 3000 വാച്ചിങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ വേണ്ട, കീറും പൊളിച്ചടുക്കുന്ന പറഞ്ഞാൽ തൊപ്പി ഉണ്ടോ എന്നെ രക്ഷിക്കാൻ? ഓനും ഓടി, ഓടി, അവസാനം പെട്ടു. 3000 വാച്ചിങ് അവിടെ. സോഷ്യൽ മീഡിയയിലെ റീച്ചോ വ്യൂസിൻ്റെ എണ്ണോ ഇതൊന്നും നമ്മളെ രക്ഷിക്കാൻ വരില്ല കുട്ടി, മനസ്സിലായോ? അതെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ കണ്ട് നമ്മൾ മാസ് കാണിക്കാൻ പോലും എനിക്കൊക്കെ ലൈഫിൽ എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ എടുത്ത് വീഡിയോ ഓണാക്കി വീഡിയോ ഇട്ടിട്ട് അങ്ങനെ കാണിക്കാനാണെന്നുണ്ടെങ്കിൽ എത്ര കണ്ടൻറ്റ്, എത്ര വിഷയങ്ങൾ. അതൊന്നുമല്ല, റിയാലിറ്റിയിൽ നിൽക്കുമ്പോൾ എന്താ അറിയുമോ, സോഷ്യൽ മീഡിയ നമ്മളെ എപ്പോഴും ബേർഡനാണ് സോഷ്യൽ മീഡിയ. എങ്ങാനും ഫോൺ ഓണാക്കുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നുള്ള വായിന്ന് സീക്രട്ട് ഏജൻ്റ് എന്നൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ നാട്ടുകാർ അപ്പം പറയും, അപ്പോൾ അത് നമ്മൾ അങ്ങനെ റിയൽ ലൈഫിൽ റിയലായിട്ട് തന്നെ ഡീൽ ചെയ്ത് വിടുക വേണ്ടത്. അല്ലാതെ ഇതിൻ്റെ തിളക്കം കണ്ടിട്ട് വള്ളി പിടിക്കാനോ അല്ലെങ്കിൽ കച്ചറയ്ക്കോ പറ്റുമോ? റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് ഭൂമി ചവിട്ടി അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നടക്കും. അല്ലാതെ ഇതിനകത്തുള്ള ഈ എന്താ പറയുക റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് നിന്നിട്ട് ഇങ്ങോട്ട് ഞാൻ മാസാന്ന് വിചാരിച്ച് നിൽക്കണ്ട. അതിനുള്ള കിട്ടിയില്ലേ? ഞാൻ നോക്കിക്കോളൂ. ഓക്കെ
ഇത്ര നേരം നമുക്ക് സാർ ഞാൻ പറയട്ടെ നമ്മളില്ലേ ഇപ്പം പോയാ ഞാൻ പറയാം. ടീച്ചർ എന്നോട് എന്തെല്ലാം ചോദിച്ചത് എന്താ മെഡിക്കൽ എടുക്കാനാ മെഡിക്കൽ ഡ്രഗ്സ് അടിച്ചിരുന്നോ? ഡ്രഗ്സ് അടിച്ചിരുന്നോ? അവർ മെഡിക്കൽ എടുക്കാൻ അപ്പൊ ടീച്ചർ ഓടി വെറും മറ്റടുത്ത ചോദ്യമാണ് ചെക്കനോട് ചോദിച്ചത്. എങ്ങനെയാ മുത്ത എന്താണ് ഈ ചങ്ങായിന്റെ പേര്? കൃഷ്ണകുമാരാ മുത്തിങ്ങോ? ടീച്ചർ പേര് തൂറി മെഴുകിയിട്ടാണുള്ളതൊക്കെ പേടിച്ച് തൂറി മെഴുകിയിട്ടാണുള്ളത്. ഒന്നും വിളിച്ചിട്ട് വരുന്നില്ല. ടീച്ചർ ഓ വാ ഇതൊക്കെ കാരക്കല്ലാറ്റ് ബാഗിലുണ്ടല്ലോ എല്ലാം ഉണ്ടാ സ്പ്രേ ഉണ്ടെങ്കിലും എടുത്തോട്ടെ അടിച്ചോ അത്ര അടിച്ചോ. നമ്മളിനിപ്പോ സ്റ്റേഷനിലാണ് നമ്മളെ ടീച്ചർ പ്രിയ അതിഥി ടീച്ചറാണ്. ഫ്ലൈറ്റ് തിന്നതാ എന്ത് വർത്താനം ചെക്കനോട് അല്ലല്ല ഓനോട് ചോദിക്കണ്ട കാര്യം ചോദിക്കണ്ടേ? അല്ല നീ എന്നാ പറ ടീച്ചറെ എവിടെ പ്രൂഫ് അവിടെ പോയ അപരാധിച്ച വർത്താനോട് നിങ്ങൾ എന്താണ് പേര് നോക്കട്ടെ എന്റെ സാറിന്റെ ഇവനെ ഈ മൈനർ എന്ന് പറഞ്ഞ വ്യക്തിനെ അടിക്കാൻ നോക്കിയത് അല്ല സാറേ എവിടെ പോന്ന് എവിടെ പോന്ന അവിടെ ചോറ് കൊടുക്കുന്നുണ്ടാ? നേരത്തെ ചോറ് കൊടുക്കുന്നുണ്ടാ സ്റ്റേഷനിൽ പോണ പോലും? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചോദിക്കണം ഇയാളോട് ഇപ്പൊ അടിക്കണ്ടേ അടിക്കണ്ടേ എന്താ ഏട്ടൻ മുക്കിന്റെ എന്തല്ല അറിയേണ്ടത്? ഡ്രഗ്സ് അടിച്ചോ ചോദിക്കണം. ഡ്രഗ്സ് അടിച്ചോ? ഒരു മിനിറ്റ് സാറിനുണ്ടോ അറിയാൻ പോലും? സാർ എന്താണ് ഡ്രഗ്സ് അടിച്ചോ? അന്നെ അടിക്കാൻ ടീച്ചർ അടിക്കാൻ പോന്ന് അവർ പറഞ്ഞ വീഡിയോ ഇതാരാ പുതിയ ഡ്യൂട്ടി അടിക്കാൻ വരുത്താം മൈനർ അടിക്കാൻ വരുത്താം നമ്മളെന്നെ പറഞ്ഞ നമ്മളെന്നെ ഉണ്ടാക്കാം നമുക്കവിടെ പണിയില്ലല്ലോ. മാന്യമായ സാറാണ്. വളരെ സാറിനോടൊന്നും നമുക്കൊന്നുമില്ല. കർമ്മ എന്ന് പറഞ്ഞ എഗെയിൻ ഞാൻ ഇതാ പറഞ്ഞേ, മൈനർ എന്ന് പറഞ്ഞിട്ട് മൈനർ എല്ലാവരും കൂടിയിട്ട് ആ വീട്ടിനകത്ത് കാണിച്ചു കൂട്ടിയതാണല്ലോ ഇപ്പോൾ പുറം ലോകം അറിഞ്ഞത് മൈനർ ഉള്ളടത്ത്. പിന്നെ മൈനറുടെ കഥ പറയണ്ട, അത് വേറെ കാര്യം. എന്താ ചോദിച്ചാൽ ഡ്രഗ്സ് അടിച്ചിക്കണെന്നാ? എന്താ ചോദിച്ചാൽ ഡ്രഗ്സ് അടിച്ചിക്കണെന്നാ? ഇപ്പം എന്ത് കേസിലാ ബൊക്കിയേ? എന്തൊക്കെയാ പുറത്ത് വന്നേ? മൂത്രവും തീട്ടവും കൊണ്ട് ഓടേണ്ട അവസ്ഥയിലെല്ലാം കൂടി ലാസ്റ്റ് എന്ത് ഷോ ആയിരുന്നു? ഇതാ ഞാൻ പറഞ്ഞത്, കർമ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പ്രത്യേകിച്ച് ഇവൻ്റെ കേസിലൊക്കെ. കാരണം ആ രീതിയിലുള്ള പരിപാടികളാണ് കാണിച്ചു കൂട്ടിയത്. ഇനിയിപ്പോൾ ആ എയർ ഹോസ്റ്റസിൻ്റെയും അല്ലെങ്കിൽ മറ്റേ ഒളിച്ചോട്ടത്തിൻ്റെയും കഥയൊന്നും ഞാൻ വെക്കണില്ല. പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ, ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ പറയുക, ഇത് ഇനിയെങ്കിലും എന്താ വെച്ചാൽ നേർച്ച ചോറ് കൊടുക്കുന്നുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ നേർച്ച ചോറ് കൊടുക്കും, നമുക്ക് കിട്ടും. നേർച്ച ചോറ് മാത്രമല്ല മോനെ, നമുക്ക് പല ചോറും ഇനി കിട്ടാൻ കിടക്കണേ ഉള്ളൂ. ദയവേത് ഞാൻ ഇന്നും കണ്ടു കുറേ പ്രൊഫൈൽസ് ഇതേപോലെ. സോഷ്യൽ മീഡിയയിൽ നിന്ന് റീച്ച് ഉണ്ടാക്കാം, പൈസ ഉണ്ടാക്കാം, ഫെയിം ആവാം, വിസിബിലിറ്റി ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. ബട്ട് ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു ലൈൻ ഓഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനം കീപ്പ് ചെയ്യണം. കുറച്ച് സാധനങ്ങളുണ്ട് ഇതിനകത്ത്, മനസ്സിലായോ? ഒരു ഇത്തിരി ഓവറായാലോ ഒരു പൊടിക്ക് മുകളിൽ പോയാലോ പണിയാണ്. എക്സ്ട്രീമായി പോയാൽ ഇതായിരിക്കും അവസ്ഥ, മനസ്സിലായില്ലേ? എണ്ണിയിരിക്കേണ്ടി വരും, പ്രത്യേകിച്ച് മമ്മൂൻ്റെ കേസിൽ. ദിസ് ഈസ് പ്യോർ കർമ്മ. ഇനി കണ്ടറിയണം, ബാക്കിയുള്ളവന്മാരെ കിട്ടുന്നത് വരെ മമ്മു നീ അവിടെ കിടക്കും.